സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാദവാർഷിക പരീക്ഷ 3ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ പരീക്ഷയ്ക്ക് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര പാഠങ്ങൾ പഠിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്നീ പ്രധാന വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ചോദ്യം വരുന്ന രൂപം മനസ്സിലാക്കാം, നല്ല മാർക്കും നേടാം. ലിസാനുമായി ബന്ധപ്പെട്ട് നല്ലൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു മുമ്പ്. അതിൻ്റെ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതും കൂടെ കാണാവുന്നതാണ്. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിക്കാം. ഒന്നാമത്തെ ചോദ്യം, മാതാ യഫ്അലു മാജിദുൻ ഇഖ്തരിൽ ജവാബ മിനൽ മുറബ്ബഇ ഹസ്ബ സൂറത്തി. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾക്ക് നേരെ ഫില്ല് ചെയ്യാനുള്ള ഭാഗത്തേക്ക് യോജിച്ചത് മുകളിൽ 4 നിറങ്ങളിലായി കൊടുത്തതിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തേതിൽ നിങ്ങളെന്താ കാണുന്നത്? ഒരു ചെറിയ കുട്ടി പൈപ്പിൽ നിന്ന് ഉളു എടുക്കുന്നതാണ് കാണുന്നത് അല്ലേ? ആ കുട്ടീൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്, ഡാഷ് ഇട്ടിട്ട് മാജിദുൻ. പിന്നെ സുംബൂരി ടാപ്പിൽ നിന്ന് അതും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടാപ്പിൽ നിന്ന് മാജിദ്. ഇനി നമ്മൾ ഒളു എടുക്കുന്നു എന്നുള്ളതിൻ്റെ അറബി എഴുതി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ആൺകുട്ടികളാണ് അല്ലേ? ആൺകുട്ടികളാവുമ്പോൾ നമ്മൾ ഏത് അക്ഷരം തുടക്കത്തിലുള്ളതാണ് എഴുതി കൊടുക്കേണ്ടത്? യാ തുടക്കത്തിൽ വരുന്നതാണോ, താ തുടക്കത്തിൽ വരുന്നതാണോ? യാ തുടക്കത്തിൽ വരുന്നതാണല്ലേ, അതാണ് ശരി. താ തുടക്കത്തിൽ വരുന്നത് കൂടുതലും സ്ത്രീകളായിരിക്കും. അതുകൊണ്ട് നമ്മൾ താ തുടക്കത്തിൽ വരുന്നത് തന്നെ നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട് താ തുടക്കത്തിൽ വരുന്നത് സ്ത്രീകൾ വരുന്ന സമയത്ത് മാത്രം തിരഞ്ഞെടുക്കുക. യാ തുടക്കത്തിൽ വരുന്നതേ ആണുങ്ങൾക്ക് തിരഞ്ഞെടുക്കാവൂ കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ആൺകുട്ടികളായതുകൊണ്ട് എല്ലാം യാ ഉള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ യതവല്ലഉ മാജിദുൻ, മാജിദ് ഒളുവെടുക്കുന്നു മിനസുംബൂരി ടാപ്പിൽ നിന്ന്. ഇനി അടുത്തത് മാജിദ് കുടിക്കുകയാണ് അല്ലേ, വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുടിക്കുക എന്നുള്ളതിന് എന്തായിരുന്നു പറയുക? യഷ്റബു അല്ലേ? അപ്പോൾ യഷ്റബു കുടിക്കുന്നു, മാജിദുൻ മാജിദാണ് കുടിക്കുന്നത്, അൽ മാ വെള്ളത്തിനെ കുടിക്കുന്നു. ഇനി അടുത്തത് മാജിദ് ബാഗെല്ലാം തൂക്കി മദ്രസയിലേക്ക് പോവുകയാണ്. രാവിലെ തൊപ്പി വെച്ചിട്ടുണ്ട്, അതാണ് മദ്രസയിലേക്ക് പോവുകയാണ്. അപ്പോൾ പോവുന്നു എന്നുള്ളതിന് നമുക്കറിയാം യദ്ഹബു എന്നാണ്. അപ്പോൾ അത് ബ്രാക്കറ്റിലുണ്ടോ എന്നൊന്ന് നോക്ക്. ഉണ്ട്, മഞ്ഞ നിറത്തിലുള്ള പെട്ടിയിലതാ യദ്ഹബു. അപ്പോൾ യദ്ഹബു മാജിദുൻ, മാജിദ് പോകുന്നു, ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്. ഇനി അടുത്തത് കന്തൂറയെല്ലാം ഇട്ട് നല്ല നീള ജുബ്ബയൊക്കെ ഇട്ടിട്ട് തൊപ്പിയും വെച്ചിട്ട് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാജിദുൻ അൽ മസ്ജിദ, മാജിദ് പള്ളിയിൽ. അപ്പോൾ അതിനോട് യോജിച്ചതാണ് പള്ളിയിൽ പ്രവേശിച്ചു. യദുഹുലു എന്നവിടെ കാണുന്നുണ്ട്, അത് ഇതിനോട് യോജിക്കും. അപ്പോൾ നമുക്കിവിടെ യദുഹുലു എന്ന് എഴുതി കൊടുക്കാം. യദുഹുലു മാജിദുൻ, മാജിദ് പ്രവേശിക്കുന്നു, അൽ മസ്ജിദ പള്ളിയിൽ പ്രവേശിക്കുന്നു. അപ്പോൾ ഈ രൂപത്തിൽ ചിത്രങ്ങൾ മനസ്സിലാക്കി ആണാണോ പെണ്ണാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാൻ. വളരെ എളുപ്പമുള്ളതാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ലിസാനിൽ ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയും. ഇനി രണ്ടാമത്തതാണ് നുക്കമ്മിലു ബിൽ മുനാസിബി കമാഫിൽ മിസാലി. ഉദാഹരണം കൊടുത്ത പോലെ തായോട്ടും നമ്മൾ പൂരിപ്പിക്കണം. അതിന് നിങ്ങൾക്കവിടെ കാണാം ഹുമയാണ് കൊടുത്തത്. അപ്പോൾ ഹുമ 2 ആളാണ്, അതിൻ്റെ ഒരാൾക്ക് എന്താ പറയുക? ഹുവ. ആണാവുമ്പോൾ ഹുവ പറയും അല്ലേ? ഹുവ, ഹുമാ, ഹും. ആണുങ്ങൾ കുറേ ഉണ്ടാവുമ്പോൾ ഹും എന്ന് പറയും. ഇനി ഒരു പെൺകുട്ടിയെ ഉള്ളെങ്കിൽ നമ്മൾ എന്താ പറയുക? ഹിയ പറയും അല്ലേ? ഹിയ. 2 പെൺകുട്ടിയാണെങ്കിൽ ഹുമാ പറയും, കുറേ പെൺകുട്ടികളാണെങ്കിൽ ഹുന്ന എന്ന് പറയും. അപ്പോൾ ഇതുപോലത്തെ ചോദ്യം വരുമ്പോൾ നമുക്ക് ആദ്യം ഇതറിയണം. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന. ആദ്യം ഒരാണ്, പിന്നെ 2 ആണ്, പിന്നെ കുറേ ആണുങ്ങൾ, പിന്നെ ഒരു പെണ്ണ്, 2 പെണ്ണ്, കുറേ പെണ്ണുങ്ങൾ. അപ്പോൾ ആ നിലക്ക് നമ്മൾ ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന എന്നുള്ളതിനെ പഠിച്ചു വെക്കണം. അപ്പം വളരെ എളുപ്പമാണ്. ഹാദാനി ഇബ്നാനി, ഇത് 2 ആൺകുട്ടികളാണ്. ഹുമാ, അവർ 2 ആൺകുട്ടികളും, ദാരിസാനി പഠിക്കുന്നു. ഇനി ഹാ ഉലായി ബനാത്തുൻ, ഇത് കുറേ പെൺകുട്ടികളാണ്. അപ്പോൾ നമ്മളവിടെ കുറേ പെൺകുട്ടികൾക്ക് എന്താ ഞാൻ നേരത്തെ പറഞ്ഞത്? ഹുന്ന അല്ലേ? അപ്പോൾ ആ ഹുന്ന എഴുതി കൊടുക്കുന്നു. ഹുന്ന ദാരിസാത്തുൻ, അവർ പഠിക്കുന്നു. ഇനി ഹാദിഹി ബിൻതുൻ, ഇത് പെൺകുട്ടിയാണ്, ഒരു കുട്ടിയേ ഉള്ളൂ. ഒരു പെൺകുട്ടിക്ക് ഞാൻ എന്താ നേരത്തെ പറഞ്ഞത്? ഹിയ അല്ലേ? ഹിയ ദാരിസത്തുൻ, അവൾ പഠിക്കുന്നവളാണ്. ഇനി ഹാ ഉലായി അബുനാഉൻ, അത് ആൺകുട്ടികളാണ്.
ആൺകുട്ടികൾ കുറേ ആണുങ്ങൾക്ക് എന്താ നേരത്തെ പറഞ്ഞ് ഹും എന്നാണ്. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കണം. ഹും ദാരിസൂന, അവർ പഠിക്കുന്നവരാണ്. ഇനി ഹാത്താന് ബിൻതാന്, ഇത് 2 പെൺകുട്ടികളാണ് കേട്ടോ. 2 പെൺകുട്ടികൾക്കും 2 ആൺകുട്ടികൾക്കും ഹുമ എന്ന് തന്നെ പറയാം. അപ്പോൾ അത് ഇനി പഠിക്കേണ്ട, അത് എളുപ്പമുള്ളതാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 2 ആവുമ്പോൾ ഹുമ എന്ന് തന്നെ പറയാം. അപ്പോൾ ഹുമ ദാരിസത്താനി, അവർ 2 പേരും പഠിക്കുന്നവളാണ്. അപ്പോൾ അതൊക്കെ വളരെ എളുപ്പമുള്ളതാണ്. ഇനി മൂന്നാമത്തത് നിങ്ങൾ നോക്കൂ. നെത്തുബുൽ അജ്വിബത്ത കമാഫിൽ മിസാലി, താഴെ ഉള്ളതുപോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ആദ്യത്തെ ചോദ്യം മസ്മുക്ക എന്നാണ്, നിൻ്റെ പേരെന്താണ്? അപ്പോൾ അവൻ പറഞ്ഞു ഇസ്മി സൊഫ്വാൻ, എൻ്റെ പേര് സൊഫ്വാൻ എന്നാണ്. പിന്നെ അവൻ മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് അവനോടൊരു അറബി ചോദിച്ചു, ഗൾഫിൽ നിന്നുള്ള അറബി. അയിന മദ്രസത്തുക്ക, നിൻ്റെ മദ്രസ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകൂലേ? എന്താ ഉത്തരം പറയേണ്ടത്? മദ്രസത്തി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ മദ്രസ ഫിൽ മദീനത്തി, പട്ടണത്തിലാണ്. അപ്പോൾ എൻ്റെ എന്നുള്ളത് വരാൻ കലമീ എന്നാണ് എൻ്റെ പേന. അപ്പോൾ അതുപോലെ ഒരു യാഗ് കൂട്ടി കൊടുത്താൽ മതി, മദ്രസത്തി. ഇനി ഹൽ തുഹിബുൽ കിറാഹ, ആ അറബി എന്നിട്ട് ചോദിച്ചാണ്, നീ വായന ഇഷ്ടപ്പെടുന്നുണ്ടോ? നീ വായിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ബുക്ക് തരാനായിരിക്കും. അപ്പോൾ ഞാൻ, അതെ, ഉഹിബുൽ കിറാ, ഉഹിബു എന്ന് പറയണം, ഞാൻ ഇഷ്ടപ്പെടുന്നു, അൽ കിറാത്ത, ഞാൻ വായന ഇഷ്ടപ്പെടുന്നു. ഈ രൂപത്തിലാണ് നമ്മളതിന് എഴുതി കൊടുക്കേണ്ടത്, ഉത്തരങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. അതൊക്കെ 1-2 തവണ കേട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അറബി ചോദ്യം നിർത്തിയില്ല. അവൻ്റെ കൂടെ അവൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു. അനിയത്തിനോട് ചോദിച്ചു, കൈഫ ഹാലുക്കി, നിൻ്റെ അവസ്ഥ എന്താണ്? സുഖമാണോ? എന്തുകൊണ്ടാണ് ഹാലുക്കി ചോദിച്ചത്? സഹോദരി ആയതുകൊണ്ടാണ്, സ്ത്രീ ആയതുകൊണ്ടാണ്. അൽഹംദുലില്ല അന ബി ഖൈർ, അൽഹംദുലില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി മൻ മഅക, ആരാണ് നിൻ്റെ കൂടെയുള്ളത്? അനിയത്തിനോട് ചോദിക്കുകയാണ്. മഈ, എൻ്റെ കൂടെയുള്ളത്, മഈ എൻ്റെ കൂടെ, അഹീ എൻ്റെ സഹോദരൻ, അൽ കബീറു എൻ്റെ വലിയ സഹോദരനാണ്. എൻ്റെ ഒരു സഹോദരനും കൂടെ ഉണ്ട്, അവൻ ഇന്ന് മദ്രസ വന്നിട്ടില്ല, ലീവാണ്. ഇതെൻ്റെ വലിയ സഹോദരനാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ വല്ല അറബികളും നമ്മുടെ മുമ്പിൽ പെട്ടാൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ നമ്മൾ ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി 4-മത്തത്, വായിക്കുന്നതിന് മുമ്പ് നല്ല നല്ല വീഡിയോകൾ സമയമെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സബ്സ്ക്രൈബാണ്. ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സഹായിക്കുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ അൽഹംദുലില്ലയോ ആമീനോ താങ്ക്സോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. ഇനി അടുത്തത് വളരെ എളുപ്പമുള്ളതാണ്. നൊഴിദുൽ അസ്ഇലത്തെ കമാഫിൽ മിസാലി. ഇനി താഴെ ഉള്ള ഉദാഹരണത്തിലുള്ള പോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. ഇപ്പം നമ്മൾ ഉത്തരമല്ലേ കൊടുത്തത്, ഇനി നമ്മൾ ചോദ്യം ഉണ്ടാക്കണം. കീശയിൽ പേന കണ്ടില്ല നിങ്ങൾ, എന്നിട്ട് പറയാണ് അൽ കലമു ഫിൽ ജെയ്ബി, പേന കീശയിലാണ്. അപ്പോൾ ഇനി നമ്മൾ പേന എവിടെയെന്ന് ചോദിക്കണം. ഐനൽ കലമു, പേന എവിടെയാണ്? എന്ത് എളുപ്പമാണ്. ഇനി പൂവൻ കോഴിയെ കൊടുത്തിട്ടുണ്ട് അല്ലേ, എന്നിട്ട് പറയാം ദാലിക്ക ദീക്കുൻ, അത് പൂവൻ കോഴിയാണ്. അപ്പോൾ ഇനി അതെന്താണ് എന്ന് നമ്മൾ ചോദിക്കണം. മാ ദാലിക്ക, എന്തുകൊണ്ടാണ് തിൽക്ക കൊടുക്കാതിരുന്നത്? തിൽക്കയിൽ തീയുണ്ട്, അത് സ്ത്രീവർഗത്തിനുള്ളതാണ്. പൂവൻ കോഴി ആൺവർഗമല്ലേ, പിന്നെ എങ്ങനെ തിൽക്ക കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മാ ദാലിക്ക, അതെന്താണ്? ദാലിക്ക ദീക്കുൻ, അത് പൂവൻ കോഴിയാണ്. ഇനി നിങ്ങൾ നോക്കൂ, പിടക്കോഴിയെ കൊടുത്തിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് തിൽക്ക ദജാജത്തുൻ, അത് പിടക്കോഴിയാണ്. അപ്പോൾ എങ്ങനെ അതിൻ്റെ ചോദ്യം വരിക? മാ തിൽക്ക, തിൽക്ക വരാൻ കാരണം പിടക്കോഴി പെൺവർഗമാണ്. ഇനി ബാഗ് മേശപ്പുറത്തുണ്ട് അല്ലേ, അൽ ഹഖീബത്തു അല തോവിലെത്തി, ബാഗ് മേശപ്പുറത്താണ്. എങ്ങനെ ചോദിക്കും? ഐനൽ ഹഖീബത്തു. അപ്പോൾ എവിടെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എവിടെ എന്ന് ചോദിക്കാൻ ഐനയാണ് കൊടുക്കുക. ഐനൽ ഹഖീബത്തു, ബാഗ് എവിടെ. ഇനി അൽ കിതാബു ഫിൽ ഹഖീബത്തി, പുസ്തകങ്ങളൊക്കെ ബാഗിലാണുള്ളത് അല്ലേ. അപ്പോൾ എവിടെയാണ് പുസ്തകങ്ങളെന്ന് നമുക്ക് ചോദിക്കണം. അതിനെന്ത് ചെയ്യണം? ഐനൽ കിതാബു, എവിടെയാണ് പുസ്തകങ്ങൾ. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഇനി അടുത്തത് നുക്കമ്മിലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. അൽ വലതു കുട്ടിയിലൽ മദ്രസ, കുട്ടി മദ്രസയിലേക്ക്, മലയാളം നമുക്ക് വേഗം കിട്ടുന്നുണ്ട്, പോകുന്നു എന്ന് കിട്ടുന്നുണ്ട്. കുട്ടി ആണാണോ പെണ്ണാണോ? കുട്ടിയാണ്. അപ്പോൾ ആണുങ്ങൾക്കുള്ളത് യാ ഉള്ളതാണോ താ ഉള്ളതാണോ? യാ ഉള്ളത്. അപ്പോൾ യത് ഹബു, 2 എണ്ണല്ലേ അവിടെ ഉള്ളൂ, യാ ഉള്ളത് താ ഉള്ളതല്ലേ ഉള്ളൂ. ഇനി അടുത്തത് തത്തവൽ അൽ ബിന്തു മിനൽ ഹൗലി, ഹൗലിൽ നിന്ന് പെൺകുട്ടി എന്ത് ചെയ്യുന്നു? ഉളു എടുക്കുന്നു. പെൺകുട്ടി ആണാണോ പെണ്ണാണോ? പെണ്ണാണ്. അതുകൊണ്ട് ഏതാ തിരഞ്ഞെടുക്കേണ്ടത്? താ ഉള്ളത്. അപ്പോൾ യത്തവല്ലവ് പറ്റുമോ? ഇല്ല, തത്തവല്ലവു ആണ് ശരി. ഇനി ബാസിമാണ്,
മടങ്ങുന്നത് ഇലൽ ബൈത്തി വീട്ടിലേക്ക് മടങ്ങാണ്. അപ്പോൾ എർജിയോ ഉണ്ട് തെർജിയോ ഉണ്ട്. ഏതാ തിരഞ്ഞെടുക്കുക? എർജിയോ. എത്ര എളുപ്പം അല്ലേ. ഇനി അൽ ഉമ്മ അൽ ബൈത്ത വീട്. അപ്പോൾ ഉമ്മ സ്ത്രീവർഗമാണ്. താളുള്ളത് തിരഞ്ഞെടുക്കണം നമ്മൾ. തെദുഖുലുൽ ഉമ്മ പ്രവേശിക്കുന്നു അൽ ബൈത്ത വീട്ടിൽ. എന്ത് സുഖമാണ്. ഇനി അടുത്തത് നുത്തർജിമും നമ്മൾ പരിഭാഷ എഴുതാനാണ്, അർത്ഥം എഴുതാനാണ്. ഇന്ദി സിത്തത്തു അക്ലാമീൻ എൻ്റെ അടുത്ത് 6 പേനകളുണ്ട്. ഇന്ദി ജവ്വാലുൻ വാഹിദുൻ എൻ്റെ അടുത്ത് ഒരു മൊബൈൽ ഫോണുണ്ട്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ള 4 പാഠങ്ങൾ നന്നായി പഠിക്കുക. ഈ ഒരു രൂപത്തിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ പ്രത്യേകമായി നോക്കുക. ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോകൾ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബായിട്ട് കൂടെ ഉണ്ടാവണം. ലൈക്ക് കൊടുക്കാൻ മറന്നവർ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് കമൻറ്റിലൂടെ ഇഷ്ടമുള്ളത് എഴുതുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.